ലൈഫ് ഇടാ. സെക്കൻഡ് ഫ്ലോയിന്റെ പേര് നമുക്ക് ആക്കാം, ഗെയിമിലൂടെ ലൈഫ് ഇടാ. എത്ര മണിയാടാ? 12:35. നമ്മളിപ്പോൾ ക്യൂൻസ് വേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തലോണി ഇതെന്ത് സാധനം? ക്യൂൻസ് വേയിലെ എല്ലാ കടിയെല്ലാം തീർന്നിരിക്കുകയാണ്. എത്ര 2 കിലോമീറ്റർ എന്താ പറഞ്ഞില്ല നമ്മ. അത് തന്നെ നമ്മടെ ജീവി, ഇത് ഗോവ ഡ്രൈവർ. ഇത് ഗെയിമല്ലടാ, ലൈഫാ. അന്തമാതിരിയാണ് ലൈഫ് ഇടാ. സെക്കൻഡ് ഫ്ലോയിന്റെ പേര് നമുക്ക് ആക്കാം, ഗെയിമിലൂടെ ലൈഫ് ഇടാ. ഇത് അടുത്ത പാട്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ റോഡിൽ കാണാറില്ല അധികം. ഇവിടെ നമ്മ കോഫി കുടിച്ചായിരുന്നു. എന്തായിരുന്നു? ടൈറ്റാനോ എന്താ പേര്? താര റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ ചായ കുടിച്ച് അതിന്റെ പരസ്യം ആദർശം ഫുള്ള് കാണാതെ പഠിച്ചു. അഡ്വഞ്ചർ. അതെന്താണത്? ബോട്ടിൽ കയറി തിരിച്ചു വന്ന് ബോട്ട് കയറിയൊന്ന് കുലുക്കി. അങ്ങനെ 2200 സ്പോട്ടില് പൊട്ടി. ഫുൾ മഴ. രാത്രി 2:30. രാത്രി രാവിലെ 2:30. 2:30 1:30 അവിടെ ഉരുൾപൊട്ടിയത്. എവിടെ? മറ്റേ വയനാട്. കാക്കനാട് റേറ്റ് കുറവാണോ നമ്മള് റൂമിനൊക്കെ? അല്ല ഞാൻ പറഞ്ഞതാ. എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ. ഇവനില്ല മറ്റേ വണ്ടി ഉണ്ടെന്നല്ലേ പറയുന്നത്. ലാൻഡ് ക്രൂസർ. ലാൻഡ് ക്രൂസറാ. അതെ 2 കിലോമീറ്റർ ഓടിച്ചോളൂ. റൂട്ട് അറിയാത്തത് കൊണ്ടാ ഇങ്ങനെ കറങ്ങിയത്. അവിടെ യൂട്ടേൺ എടുക്കാൻ വേണ്ടി ലെഫ്റ്റിലോട്ട് കയറി പോണതിന്. ഇട്ടിട്ടുണ്ട്. 3 hours later. നമ്മളിപ്പോ ഏതോ ഒരു കടയുടെ മുമ്പിൽ. എന്താ ആദർശം? പറ ആദർശം. കട, മഴ കട, മഴ കട. ജീവിതം ഇപ്പൊ നമ്മ എങ്ങോട്ടാ? MG റോഡ് റെസിഡൻസി. ഓക്കെ. ബെഡ് സ്പേസ് എടുത്തിട്ടുണ്ട്. അവിടെ അക്കോമഡേഷനിൽ ആ പുള്ളി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് വിളിക്കണം. ഇല്ലില്ല വണ്ടിയൊന്നും വന്നല്ല. അപ്പൊ കുണ്ടിയാ അത് റൈറ്റിൽ കൂടെ അല്ലേ പോകണം. വണ്ടിയല്ലേ ബാക്കിൽ കാറിട്ടാ ഗൈസ്. അങ്ങനെ നമ്മൾ എന്റെ ഷീമാട്ടിയുടെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാർ. ആദർശായിട്ടാ വണ്ടി ഓടിച്ച്. ഞാൻ വിളിച്ചകത്ത് കയറിന്നൊക്കെ. അത് കാണിക്കുന്നില്ലല്ലോ ബ്ലറെന്നൊക്കെ. പ്രശാന്തിന്റെ ഫോട്ടോ അവിടെ വെക്കാന്ന് എഡിറ്റ് ചെയ്ത്. അതെ ജീവി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവന്റെ ഗ്രൂപ്പിലിടും. പ്രശാന്തിനെ കൊണ്ടുവന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റാ. പട്ടികളോടെ എണ്ണാന്ന് നോക്കിയാടാ. ഓടിച്ച കറക്റ്റ് പോണ്ട. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു. നോട്ടോ അവിടെ ഇപ്പൊ ഉണ്ട് താനെ. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം. ആ സ്റ്റിക്കർ ആദർശിന് കൊടുത്തിട്ട് പ്രശാന്തിനെ
ഇതെല്ലാം മറ്റേ ഹോസ്പിറ്റൽ പേവാട് പോലെയാണ്. നമ്മുടെ 5 കോടി വേണ്ട കാര്യമില്ലല്ലോ. എവിടെടാ ഫുഡ് കഴിക്കാൻ പോണ? പ്രസാദിന്റെ പൈ കഴിക്കാൻ പോവാണ് ഗൈസ്. അത്രേ ഉള്ളു. ആരുമില്ലല്ലോ. ഉണ്ടോ വല്ല ഉണ്ടോ? ബ്രോ സ്പെഷ്യൽ അതാണ് നീ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഇവിടെ തന്നെയായിരുന്നു, പക്ഷെ അപ്പുറത്തെ 1980 കാര്യം പറയണം. കോപ്പി അടിച്ചാണ്. അത് ഈ സാധനങ്ങളെല്ലാം കഴിച്ചോ കിട്ടും. എന്നിട്ട് നിന്റെ ഇവരുടെ കണ്ടിട്ടാണ് പയ്യേറെ ഇറക്കിയത്. കമ്മത്ത് സിനിമ അതിന് പ്രമോഷൻ അല്ല. എനിക്ക് ധനുഷിന് ഇഷ്ടപ്പെട്ട ദോശ ടീച്ചർ കൊള്ളാം കേട്ടോ. പിന്നെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ ഒരു ബെഡ്ഷീറ്റ് പോലെ ഇരുന്നു. 2 കോടി മസാല, 2 കോടി ഒരു ചീസ് അഞ്ചാമത്തെ എഗ് സ്പെഷ്യൽ നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും പറ്റത്തില്ല. പഞ്ചസാര കൂട്ടി വിത്തൗട്ട് അതാണ് കഴിയുമ്പോ എല്ലാം ഒന്ന് തന്നെ. കടയിൽ വന്നിട്ട് അവർ നോക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയപ്പോൾ അവിടെ അത് കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല. ചെന്നൈ ബിരിയാണി കഴിക്കാൻ പോയി. ആ ഏരിയ മൊത്തം ചെന്നൈ ആൾക്കാരാന്ന് തോന്നുന്നു. ഞങ്ങള് 2-3 വളച്ചെന്നൈ വടയുണ്ടോ നമ്മുടെ സ്പെഷ്യൽ ഇല്ലാത്തതെന്ന് പറയാമോ? എന്റെ വെച്ചിട്ട് എങ്ങനെയുണ്ട്? സിനിമാറ്റിക്. ഇത് രക്ഷയില്ല കേട്ടോ. സാമ്പാർ സൂപ്പർ. വീട്ടിൽ സാമ്പാർ വീട്ടിലുണ്ടാക്കും. ചവച്ചില്ല ഇതിന് മുമ്പേ. ഐ ഫീൽ സോ നമുക്ക് സൂപ്പർ. ഓക്കെ നിന്റെ വേറെ TC ജോസ്, അതായത് അവൻ പറിച്ചൊക്കെ എടുക്കുന്നു. എടാ ഫുഡ് എങ്ങനെ ഇരിക്കടാ? ഫുഡ് എത്ര രൂപയായി? എസ്പെഷ്യലി സാമ്പാർ 960. സാമ്പാറിന് 960 200 രൂപയുടെ സാധനം എന്തോ നീ നാട്ടില് 60 രൂപയ്ക്ക് കിടക്കുമേ. അല്ല അങ്ങനെയല്ല. വണ്ടി കാക്കനാട് പോയിട്ട് എന്താ ചുമ്മാ ജോജിയെ വിളിച്ചത്. ജോജി വിളി. ജോജിനെ രാവിലെ തന്നെയാ. പിന്നെ നീ രാത്രി കാണാൻ ഇല്ല, ഞാൻ ഇപ്പഴേ തുടങ്ങിയത്. ആക്കിയല്ലോ. ഓക്കെ, അപ്പൊ ജീവി ഇപ്പടിതാ റെസ്പോണ്ട് பண்ணணும் ഡ്രൈവിംഗില്. ഞങ്ങളിപ്പോ അതാ പിന്നെ എനിക്ക് ഫേസിൽ ഒടുക്കത്തെ ജാട കേട്ടാ. ഇങ്ങനത്തെ ജാട വെച്ചിട്ട് നടക്കുന്ന പെൺപിള്ളേർക്ക് പോയി സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്കൊക്കെ ജാട ഇല്ലാത്ത പെണ്ണുങ്ങളാണ്. ലുലു തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ലുലു പോയി ബോളിംഗ് എന്തെങ്കിലും ചെയ്യാം. 12 മണിയാകും. പക്ഷെ അതില് പൈസ റീചാർജ് ചെയ്യുന്നുണ്ടോ? അതിന് അവിടെ തന്നെ പോയിട്ട് പുതിയ കാർഡ് റീചാർജ് ചെയ്തു. അതിന് കാശ് പിന്നെ കൊടുക്കണം. 600 രൂപ കൊടുക്കണം കാർഡിന്. അല്ല, എന്തായാലും നമ്മള് കളിക്കേണ്ടി വരും. കളിക്കണം, അവന് കളിക്കണം. അവനെ കിട്ടണോ? ആശയുണ്ട്. ആശയം വിളിച്ചാലാ പിന്നെ ഒരിക്കലും ഹനുമാനല്ല. ഞാൻ മങ്കിന് ഇൻസ്പയർ ചെയ്തിട്ട പേരല്ലേ ജഗ്ഗു. ഞാൻ മങ്കിന് ഇൻസ്പയർ ചെയ്തിട്ട പേരാ ജഗ്ഗു. ഇവന് ചെയ്യുന്നില്ല വാക്ക്. ഏത് ജഗ്ഗു? ചെയ്യുന്നില്ലല്ലോ. ഹനുമാൻ എന്താ ഇതാ റിസബ് പോലെ. എടാ കറക്റ്റ് റിസബടാ നോക്കണം. ഋഷഭ് ജർമ്മനിക്കല്ലോ. എന്റെ കോട കോട പോണ സമയത്ത്
എന്താ ഇതേത് റിസം ഇത് ഏത് കൊച്ചെന്നൊക്കെ ഫുൾ ഫോക്കസ്. ശനിയാഴ്ച വന്നാൽ അത് തന്നെ. ചായ പറയട്ടോ. ഇവര് ചുമ്മാ കാണാനായിട്ട് വന്നു പെട്ടെന്ന് വന്നു. രാത്രി 5 മണിയായി. പിന്നെ അവിടെ കൈകൊണ്ട് നോക്കിയോ എങ്ങനെ മുറിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ അവിടെ വെച്ച് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കഴിക്കുന്നൊക്കെ മേടിച്ചിട്ടാണോ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാം. അല്ല അവിടെ വേറെ പീസ് രീതിയിലുള്ള ഉണ്ടായിരുന്നല്ലോ. അതിലും പറയാൻ പറ്റത്തില്ല, കാരണം അത് ഇഷ്ടമുള്ള സാധനം. നീ പറഞ്ഞു അടിയത്തെ കവർ വിടറാ. ക്രീം എടുത്തോ. അല്ല നീ കൈ എനിക്ക് അടിയുള്ള പുറത്ത് മതി. നീ തന്നെ നല്ല തടി അടിച്ചു. ഞാനല്ല, ഞാനും ഓനും പണ്ട് ഒരു വെയിറ്റ് ആയിരുന്നു. രണ്ടൊരു ട്വിന്നിങ് നമുക്ക് ഓനിപ്പോ 58. അടിച്ചോന്നൊക്കെ അഡിക്റ്റാ. അതാ മനസ്സിലായി. അതാ നിനക്ക് അഡിക്റ്റ്. മനസ്സിലായി. കഫീന നീ മെയിനായിട്ട് അതുകൊണ്ടാ പറഞ്ഞത്. കാഫീന അവൻ പറഞ്ഞില്ല. കഫീൻ തന്നെ കഫീനുള്ള എന്ത് വേണമെങ്കിലും എനർജി ഡ്രിങ്ക്സാ. ഏതാ മറ്റേ ഇതോ മോൺസ്റ്റർ. റെഡ് ബുൾ. ഏത് പുള്ളിക്ക് ഒന്നുമില്ല. ചുമ്മാ ആവശ്യമില്ലാതെ ഓരോരുത്തരുടെ പേര്. ഇതിനകത്തെന്തോ ലുലു മാളെന്നൊക്കെ ഫോറം മാളിൽ എന്തിരിക്കണ്, എന്ത് കാണാതിരിക്കണ്? 11 മണി. വരുവോ? അങ്ങോട്ട് പോകലോ. എങ്ങോട്ട്? പുള്ളിയുടെ എവിടെ ആംബിയൻസാ. ആംബിയൻസിനടുത്ത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മറ്റേ റോഡ് ശരിയാണോടാ? ജഗത്തെ നമ്മളെ അപ്പുറത്തൂടെ കയറാൻ പറ്റുമോ? റോഡ് ശരിയായ ഏത് വഴി? ജിയോ പാർക്ക് വഴി. ഓ അത് പറ്റൂ. അത് അങ്ങനെ അറിയാൻ പാടില്ല. അവിടെ പണി നടന്നോണ്ടിരിക്കുന്നോ? ഓക്കെ